എന്താ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത് എന്നാർക്കെങ്കിലും ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. വൈപ്പർ കഴിഞ്ഞ സർവീസിൽ മാറിയതിന് ശേഷമാണ് ഈ സൗണ്ട് വന്നു തുടങ്ങിയത്. ഇപ്പം അടുത്ത ആഴ്ച സർവീസ് വരുന്നുണ്ട്. സർവീസ് കാണിക്കാൻ നോർത്താണ് ഇരിക്കണം. എനിക്കും ഈ സൗണ്ട് ഇറിറ്റേറ്റിംഗ് ആണ്. അവിടെ ഷൂട്ടിങ് കഴിഞ്ഞ് പോകുന്ന ബസ്സാണ്. ഇത് സിനിമയുടെ ഷൂട്ടിംഗ് ആകുന്ന ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഒരു സ്വിഫ്റ്റ് ഇതുപോലെ ഹൈവേ കൂടെ ക്രൂസ് ചെയ്ത് പോയപ്പം ഒരു ഇതുപോലത്തെ ഒരു വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന സ്ഥലത്തെ കൂടെ കയറി അത് ഇങ്ങനെ തലകുത്തി മറിഞ്ഞ് വീണ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അത് ഈ ഹൈ സ്പീഡിൽ വെള്ളത്തിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ആ വെള്ളം ഒരു എന്തോ ഒരു അൺഈവൻ സർഫസായിട്ട് എന്തോ വണക്കം. അപ്പോൾ അവിടെ നമുക്ക് ഒട്ടും ട്രാക്ഷൻ കിട്ടത്തില്ല. അങ്ങനെയാണ് ആ വണ്ടി ട്രിപ്പായി പോകുന്നത്. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഫിനോമിനയുടെ പേര് ഞാൻ പറഞ്ഞു. അറിയാവുന്നതാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. നല്ല വഴിയാണ് ഇങ്ങോട്ട്. ഈ വൈപ്പറിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് മനോഹരമാണ് എന്ന് എനിക്കറിയാം. ഉടനെ അത് പരിഹരിക്കുന്നതാണ്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഡ്രൈവിംഗ്. അതുപോലെ തന്നെ എൻ്റെ വണ്ടി. എല്ലാവർക്കും അങ്ങനെയായിരിക്കും, എനിക്കറിയാം. അപ്പം ഞാൻ എൻ്റെ വണ്ടി എന്തുമാത്രം സ്നേഹിക്കുന്നു, അതുപോലെ തന്നെ എനിക്ക് ഭൂരിഭാഗം ആൾക്കാരും അവരുടെ വണ്ടി സ്നേഹിക്കുന്നു. അതുപോലെ എനിക്ക് ഡീസൽ എൻജിൻസിനോടാണ് കൂടുതൽ, പെട്രോൾ എൻജിൻസിനെ കൂടുതൽ ഇഷ്ടം. കാരണം ഡീസൽ എൻജിൻ്റെ ഇനീഷ്യൽ ടോർക്കൊന്നും പെട്രോൾ എൻജിനിൽ കിട്ടുന്നില്ലായിരുന്നു. ഞാൻ നെക്സോൺ എടുക്കുന്ന സമയത്ത്, നെക്സോണാണ് ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി. നെക്സോൺ എടുക്കുന്ന സമയത്ത് പെട്രോൾ നെക്സോൺ ഞാൻ ഓടിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ഇനീഷ്യലി ആ ഒരു ടോർക്ക് ഫീൽ ചെയ്യാത്തതുകൊണ്ട് എന്താ വണ്ടിയോട് ഒരു ഇഷ്ടക്കുറവുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെയും ഡീസലിലേക്ക് വന്നത്. സോ ഫാർ ഞാൻ ഈ വണ്ടിയിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. സർവീസ് ഓൾമോസ്റ്റ് 45,000 കിലോമീറ്റേഴ്സ് വണ്ടി ഓടിച്ചിട്ടുണ്ട്. 3.5 കൊല്ലം ആവുന്നു. 2021 ജനുവരിയിലാണ് വണ്ടി എടുത്തത്. വണ്ടിയുടെ മൈലേജിലായാലും പെർഫോമൻസിലായാലും ഐ ആം ക്വൈറ്റ് സാറ്റിസ്ഫൈഡ് ഇൻ ദിസ്. അപ്പം അത്രേ ഉള്ളൂ. വേറെ വീഡിയോ കാണാം. അപ്പോഴേക്കും ബൈ.